السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ധാരാളം പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയാ, ഉലൈകല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദി. നബിയെ, മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരെയും തങ്ങൾ അനുഗമിക്കണം, അനുധാവനം ചെയ്യണം, തങ്ങൾ പിൻപറ്റണം. ഇത് പറഞ്ഞപ്പോ ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ പറയാ, വഫീ ഹാദിഹിൽ ആയത്തി ദലാലത്തുൻ അലാ ഫളി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ സായിരിൽ അംബിയാ. ലോകത്ത് മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരെയും അനുകരിക്കാൻ നബിതങ്ങളോട് അല്ലാഹു പറഞ്ഞല്ലോ. അത് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കന്മാരെക്കാളും ഏറ്റവും മഹത്വമുള്ള നേതാവാ. അതെങ്ങനെയാ മനസ്സിലായത്? നമ്മളോട് അള്ളാന്റെ റസൂലിനെ അനുഗമിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഫോളോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളത് കേൾക്കുന്നില്ല എന്ന് മാത്രം. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരെ പിന്തുടരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി തങ്ങൾ 100% അത് കേട്ടിട്ടുണ്ടാകും, അനുസരിച്ചിട്ടുണ്ടാകും, പിൻപറ്റിയിട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഇജ്തമഅ ഫീഹി മിൻ ഖിസാലിൽ ഖൈരി മാ കാന മുതഫർരിഖൻ ഫീഹിം ബിഅസ്രി. ലോകത്ത് മുമ്പ് കഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകന്മാരിലും ചിന്നിച്ചിതറിക്കിടന്നിരുന്ന എല്ലാ നല്ല ഗുണങ്ങളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സമ്മേളിച്ചിട്ടുണ്ട്, ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും ഒരുപോലെയല്ല. ചില പ്രവാചകന്മാർ സബറിന്റെ വിഷയത്തിൽ, ക്ഷമയുടെ വിഷയത്തിൽ അവർ അറിയപ്പെട്ടിരുന്നു. ചില പ്രവാചകന്മാർ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്ന വിഷയത്തിൽ അവർ ഫേമസ് ആയിരുന്നു, അറിയപ്പെട്ടിരുന്നു. ചില പ്രവാചകന്മാർ തളർറു, റബ്ബിനോട് എപ്പോഴും യാചിച്ചുകൊണ്ടേയിരിക്കുക, ദ്വാർന്നുകൊണ്ടിരിക്കുക എന്ന വിഷയത്തിൽ അവർ പ്രസിദ്ധി നേടിയിരുന്നു. ചില പ്രവാചകന്മാർ വലിയ സാഹിദീങ്ങളായിരുന്നു, ദുനിയാവിനോട് ബന്ധമില്ലാതെ ജീവിച്ചവരായിരുന്നു. അങ്ങനെ ഓരോ പ്രവാചകന്മാരും ഏതെല്ലാം വിഷയത്തിൽ മികച്ചു നിൽക്കുന്നുണ്ടോ ആ മികച്ചു നിൽക്കുന്ന മുഴുവൻ ഗുണങ്ങളും ഒരുമിച്ച് കൂടിയ നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷക്കാലം പ്രബോധനം ചെയ്തപ്പോ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടു. എല്ലാത്തിലും ക്ഷമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് ഖുറൈശികളിൽ നിന്ന് വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. അത് മുഴുവനും ക്ഷമിച്ചു. നാം മദീനയിലെത്തിയാൽ ഒരു സമാധാനം ഉണ്ടാവോ? പക്ഷേ മദീനയിലെത്തിയപ്പോഴും മുനാഫിക്കീങ്ങളെ കൊണ്ട് വലിയ ശല്യം. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായമുണ്ട്, ബാബുമാ ജാഅ ഫി സുൽഹി ബൈനൻ നാസി ഇദാ അഫ്സദു. ആളുകൾക്കിടയിൽ പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് നബിതങ്ങൾ സുൽഹുണ്ടാക്കാൻ വേണ്ടിയിട്ട്, പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇടപെട്ടതിനെ പറ്റി പറയുന്ന ഒരു അധ്യായം. എന്തായിരുന്നു പ്രശ്നം? മദീനയിൽ മുനാഫിക്കീങ്ങളുടെ നേതാവായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ. എവിടെയെല്ലാം നബിതങ്ങളെ കളിയാക്കാനും പരിഹസിക്കാനും കൊഞ്ഞനം കുത്താനും അവസരം കിട്ടുന്നുണ്ടോ അത് മുഴുവനും മുതലെടുത്തിരുന്ന ഏറ്റവും വലിയ നബിതങ്ങളോട് അസൂയ വെച്ച് നടന്നിരുന്ന ശത്രുവായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ. ആരോ വന്നിട്ട് നബിതങ്ങളോട് പറഞ്ഞു, ഓനെ സ്വകാര്യമായിട്ട് പേഴ്സണലായിട്ട് ഒന്ന് കണ്ടിട്ട് സംസാരിച്ചാൽ ചിലപ്പോ നന്നാവാൻ സാധ്യതയുണ്ട്, നബിതങ്ങളൊന്ന് പോയി നോക്കി എന്ന് പറഞ്ഞു. കുറച്ച് സ്വഹാബത്തിനെയും കൂട്ടിയിട്ട് നബിതങ്ങൾ പോയത് കൈതപ്പുറത്തായിരുന്നു. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈന്റെ അടുത്തേക്ക് ചെന്നപ്പോ ഓൻ പറയാ, ഇലൈക അന്നി മുഹമ്മദേ, എന്നിൽ നിന്ന് നീ വിട്ടുനിക്ക്, ഡിസ്റ്റൻസ് പാലിക്ക്, അടുത്തു വരണ്ട. കാരണം അത് അദാനി നത്തുനു ഹിമാരിക്ക, നീ വന്ന കൈതണ്ടല്ലോ, ആ കൈതന്റെ സ്മെല്ല് എനിക്ക് അടിക്കുന്നുണ്ട്, അതെന്നെ ശല്യപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഒരു മനുഷ്യനെ അങ്ങോട്ട് കാണാൻ വേണ്ടി, നന്നാക്കാൻ വേണ്ടി ചെന്നിട്ട് വിട്ടുനിക്ക്, നീ സ്മെല്ലടിക്കുന്നുണ്ട്, നാറുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ തോന്നുവോ? നമ്മളെ അടുത്ത് ഒരാൾ സംസാരിക്കാൻ വന്ന അയാളുടെ വായിൽ നിന്ന് സ്മെല്ല് വരുന്നുണ്ടെങ്കിലും നമ്മൾ അത് പറയാതെ ചിലപ്പോൾ മാറി നിൽക്കും, അല്ലെങ്കിൽ ക്ഷമിക്കും. അത്ര പോലും ഒരു മനുഷ്യത്വമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പെരുമാറുക അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ. ഇത് കേട്ടപ്പോ നബി തങ്ങളെ കൂടെ വന്ന അൻസാറുകളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ലതീബു ഹിമാരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്യബു റീഹം മിൻക്.
എടാ അബ്ദുല്ലാഹിബ്നു ഉബയ്യെ, നബിതങ്ങൾ വന്ന കൈതയുടെ മണം നിന്റെ സ്മെല്ലിനെക്കാളും നല്ല സ്മെല്ല, നിന്റെ നാറ്റത്തിനേക്കാളും നിന്റെ സ്മെല്ലിനെക്കാളും നല്ല സുഗന്ധം നബിതങ്ങൾ വന്ന കൈതക്കുണ്ടടാ എന്ന് പറഞ്ഞിട്ട് മറുപടി കൊടുത്തു. അപ്പോ അബ്ദുല്ലാഹിബ്നു ഉബയ്യിന്റെ ഭാഗത്ത് വേറെ ഒരാൾ അതിന് വേറെന്തോ ഒരു പ്രതികരണവും കൊണ്ടുവന്നു. ഇങ്ങനെ അങ്ങോട്ടും വാക്കായി, തർക്കമായി, അടിപിടിയായി. അവസാനം വന്നവരെല്ലാം കൂടി തല്ലുകൂടാൻ തുടങ്ങി. നബിതങ്ങളോടുകൂടെ പോയ സ്വഹാബത്തും അബ്ദുല്ലാഹിബ്നു ഉബയ്യിന്റെ കൂടെയുള്ള ആളുകളും ചെരുപ്പ് കൊണ്ടെടുത്ത് അടിച്ചു, ഈത്തപ്പന മടൽ കൊണ്ടടിച്ചു. അങ്ങനെ വലിയ ഗുലുമാലും പ്രശ്നവും നടന്നപ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതെന്താ? ഫത്ഹുൽ ബാരിയിൽ കാണാം, ഫമാ സാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്ഫിദുഹും ഹത്താ സകതു. നബിതങ്ങളെ ചീത്ത വിളിച്ചിട്ടാണല്ലോ പ്രശ്നം തുടങ്ങിയത്. ഏതായാലും പ്രശ്നം ഒന്നും കൂടി ആളിക്കത്തട്ടെ എന്നല്ല നബിതങ്ങൾ ചിന്തിച്ചത്. നബിതങ്ങൾ രണ്ടു കൂട്ടരെയും സമാധാനിപ്പിച്ച് അവിടെ സമാധാനം വരുന്നതുവരെ, ശാന്തി വരുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമാധാന ശ്രമം നടത്തി എന്ന് ഫത്ഹുൽ ബാരിയിൽ കാണാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അതാ. തങ്ങളെ പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അതെങ്ങനെയെങ്കിലും ആളിക്കത്തിച്ച് ഗുലുമാലാക്കി പ്രശ്നാക്കുന്ന പരിപാടിയില്ല. നബിതങ്ങൾക്ക് പൂർണ്ണമായി ക്ഷമിക്കുന്ന മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരുന്നു. വമാ കാന റസൂലുള്ളാഹി യന്തഖിമു ലിനഫ്സിഹി ഫഖത്ത്. സ്വന്തം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നബിതങ്ങൾ ഇതുവരെ ആർക്കെതിരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ആരെങ്കിലും ആക്രമിക്കാനോ യുദ്ധം ചെയ്യാനോ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ദീനുൽ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ്. അല്ലാതെ സ്വന്തം കാര്യത്തിന് വേണ്ടി നബിതങ്ങൾ ഇതുവരെ ആരെയും ശിക്ഷിച്ച, ആർക്കെതിരെയും നടപടി സ്വീകരിച്ച ഒരു ചരിത്രം ഇല്ല. അത് അമ്പിയാക്കന്മാരുടെ സ്വഭാവ. ഏത് പരീക്ഷണത്തിലും അവർ ക്ഷമിക്കും. അതുപോലെ അമ്പിയാക്കന്മാരുടെ സ്വഭാവമാണ് റബ്ബിനെപ്പോഴും ശുക്ർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉറുമ്പുകളുടെ സംസാരം കിലോമീറ്ററുകൾക്കപ്പുറത്തു നിന്ന് കേട്ടപ്പോ ആ സ്പോട്ടിൽ തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് ദുആ ചെയ്തത് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. റബ്ബി ഔസിഅനി അൻ നശ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ. എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണേ അല്ലാ. അമ്പിയാക്കന്മാരുടെ സ്വഭാവ. നിഅമത്ത് കിട്ടിയ ഉടനെ ശുക്ർ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി മുഴുവനും നിസ്കരിച്ച് കാലിൽ നീര് കെട്ടി വീർത്തപ്പോ ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, നബിയെ, എന്തിനാണ് തങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. തങ്ങൾ കൊടുത്ത മറുപടി എന്താ? അഫലാ ഉഹിബ്ബു അൻ നകൂന അബ്ദൻ ശകൂറ. ഞാൻ റബ്ബിന് നന്ദിയുള്ള ഒരു അടിമയാവണ്ടേ ആയിഷ. അമ്പിയാക്കന്മാർ ഏറ്റവും കൂടുതൽ റബ്ബിന് നന്ദിയുള്ളവരായിരുന്നു. അതുപോലെ അമ്പിയാക്കന്മാരുടെ സ്വഭാവമാണ് അത്തളറു. എല്ലാ വിഷയത്തിലും അള്ളാഹുവിന്റെ മുന്നിൽ കൈനീട്ടി യാചിച്ച് ദുആർക്ക എന്നത്. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വയസ്സാം കാലത്ത് ഒരു കുഞ്ഞു കിട്ടാൻ വേണ്ടി മഹാനവറുകൾ നീട്ടി അങ്ങ് ദ്വാരുന്നത് സൂറത്തു മറിയമിന്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രോഗം ബാധിച്ചപ്പോൾ റബ്ബിനോട് ദുആ ചെയ്തത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങിയപ്പോ റബ്ബിനോട് താണുകേട് ദുആ ചെയ്തത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇങ്ങനെ അമ്പിയാക്കന്മാർ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം റബ്ബിനോട് കൈനീട്ടി യാചിച്ചു ദ്വാരക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസം നീക്കം ചെയ്തു കൊടുക്കും. സ്വഹീഹ് മുസ്ലിമിൽ കാണാം, ബദർ യുദ്ധം നടക്കാൻ നേരത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫമാ സാല യഖ്തിഫു ബിറബ്ബിഹി മാദ്ദൻ യദൈഹി മുസ്തഖ്ബിലൽ ഖിബ്ല. ശത്രുക്കളും മുസ്ലിംകളും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരു കൈകളും നീട്ടി കിബിലക്ക് മുന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടേ ഇരുന്നു. ഹത്താ സഖത റിദാഉഹു അൻ മൻകിബൈ. കൈ നീട്ടി നബി തങ്ങളുടെ ഷോൾഡറിൽ ഉണ്ടായിരുന്ന മേൽത്തട്ടം താഴത്തോട്ട് വീണുപോയി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വന്നിട്ട് പറയുന്നുണ്ട്, യാ നബിയല്ലാഹ് കഫാക മുനാശദതുക റബ്ബക. നബിയെ, എത്ര നേരെയായി ദുആരക്കുന്നു, ഇനി നിർത്തിക്കോളി. മതി നബിയെ, അല്ലാഹു തആല സയുൻജിസു ലക മാ വഅദക. അല്ലാഹു തആല തങ്ങൾക്ക് സഹായം തരും നബിയെ, ദുആ ഒന്ന് നിർത്തൂ നബിയെ എന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയും വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ നടക്കാൻ നേരത്ത് ദുആ ചെയ്ത സംഭവം സ്വഹീഹ് മുസ്ലിമിലുണ്ട്. അത് അമ്പിയാക്കന്മാരുടെ സ്വഭാവമാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കരഞ്ഞുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യും. അല്ലാഹു തആല പ്രശ്നം പരിഹരിച്ചു കൊടുക്കും. അതുപോലെ അമ്പിയാക്കന്മാരുടെ നല്ല ഒരു സ്വഭാവമായിരുന്നു സുഹൃദ് എന്ന് പറയുന്നത്.
അവർക്ക് ദുനിയാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ ജീവിക്കുകയേ ഇല്ല. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി, ജയിൽവാസം തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? ജയിലിന് പുറത്തായാൽ തെറ്റിൽ പെട്ടുപോകുമോ, അശ്ലീലത്തിന് അടിമയായി പോകുമോ എന്ന ഭയം കൊണ്ട് റബ്ബേ, എനിക്ക് എന്നെ ആളുകൾ തെറ്റിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാളും ജയിൽവാസമാണ് നല്ലത് എന്ന് പറഞ്ഞ് ജയിൽവാസം തെരഞ്ഞെടുത്തു. എന്തിന്? തെറ്റിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ. അതാണ് അമ്പിയാക്കന്മാർ. അവർക്ക് ദുന്യവിയായ സുഖ സൗകര്യങ്ങളോട് താല്പര്യമില്ല, അവരുടെ ആഖിറം രക്ഷപ്പെട്ടു കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വെറും ഒരു പായ വിരിച്ച്, ഒരു ബെഡും ഇല്ലാതെ വെറും ഒരു പായ വിരിച്ച് കിടന്നപ്പോ ആ പായയുടെ അടയാളങ്ങൾ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും പതിച്ചു. സ്വഹാബത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നബിയെ ലവിത്തഖദലനാ വിതാഅൻ, ഞങ്ങൾ തങ്ങൾക്ക് വേണ്ടി നല്ല കിടന്നുറങ്ങാൻ പറ്റിയ ഒരു മെത്ത, ഒരു ബെഡ് ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്, മാലി വലി ദുനിയ, എനിക്കെന്തിനാണ് ഈ ദുനിയ? മാ അന ഫി ദുനിയ ഇല്ലാ കറാകിബിൻ ഇസ്തളല്ല തഹത ശജറത്തിൻ സുമ്മ റാഹ വതറകഹ, ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് ഒരു യാത്രക്കാരൻ യാത്രക്കിടയിൽ വിശ്രമിക്കാൻ വേണ്ടി ഒരു മരച്ചുവട്ടിൽ അഭയം തേടിയാൽ അയാൾ എത്ര നേരായിരിക്കും ആ മരച്ചുവട്ടിൽ വിശ്രമിക്കുക? ചുരുങ്ങിയ സമയല്ലേ? അതുപോലെയാണ് ഈ ദുനിയാവിലെ എന്റെ ജീവിതം. തൽക്കാലം വിശ്രമിക്കാൻ ഇറങ്ങിയ ഒരു മരച്ചുവട്ടിലെ ജീവിതം പോലെ തുച്ഛമായ ഈ ജീവിതത്തിൽ എനിക്കെന്തിനാണ് ദുനിയാവ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച, നബി തങ്ങൾ കൊടുത്ത മറുപടി സ്വഹീഹുൽ ബുഖാരിയിൽ അടക്കമുണ്ട്. അങ്ങനെയായിരുന്നു നബിമാരുടെയും പ്രവാചകന്മാരുടെയൊക്കെ ജീവിതം. ആ ജീവിതമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകന്മാരിൽ നിന്ന് നേടിയെടുത്തിട്ട് അള്ളാഹു നമ്മളോട് പറയാ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്, നിങ്ങൾക്ക് റബ്ബിന്റെ പൊരുത്തം കിട്ടണോ? ആ നബിതങ്ങളുടെ സ്വഭാവം നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം. നബിതങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാർക്കും ഉള്ള ഏറ്റവും നല്ല സ്വഭാവമാണ്. അപ്പൊ ആ സ്വഭാവം നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ അള്ളാഹിന്റെ മുഹിബ്ബീങ്ങളായി തീരുന്നത്, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന അടിമകളായി തീരുന്നത്. അതിനു വേണ്ടിയും കൂടിയാണ് നബിതങ്ങളെ ജീവിതത്തിൽ നമ്മൾ മാതൃകയാക്കാൻ, പിൻപറ്റാൻ അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരാൾ നബിതങ്ങളെ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്ന, നബിതങ്ങളെ പിൻപറ്റുന്ന മുഹിബ്ബാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ ദുനിയാവിനോട് അവന് താല്പര്യം ഉണ്ടാവൂല. അവന് ഒരു പ്രയാസം വരുമ്പോ അവൻ റബ്ബിനോട് ദുആ ചെയ്യും, റബ്ബ് തരുന്ന നിയമത്തിനിക്ക് ശുക്ർ ചെയ്യും. ഏത് പരീക്ഷണ ഘട്ടത്തിലും അവൻ ക്ഷമയുള്ളവനായി മാറും. ഇതെല്ലാം കൂടി ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഏറ്റവും നല്ല മുഹിബ്ബായി നബിതങ്ങളെ പിൻപറ്റുന്ന യഥാർത്ഥ ഉമ്മത്തായി മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തങ്ങളെ യഥാർത്ഥത്തിൽ പിന്തുടരാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നബിയിൽ മുസ്തഫ.